ഗൈസ്, അപ്പൊ നമ്മളൊന്ന് എറണാകുളം പോവാണ്. നമ്മൾ എന്തിനാണ് പോകുന്നതെന്നും എന്ത് വാങ്ങിക്കാനെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് ബാങ്കിലൂടെ വന്നിരിക്കാണ്. അപ്പൊ ചേട്ടനും മോനും ബാങ്കിന്റെ അകത്താണ്. ഞാൻ കുറച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പൊ ബൈ. അപ്പൊ ഗൈസ്, നമ്മൾ അങ്ങനെ ആ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. ഇത് ഐറിക്സ് ഇലക്ട്രോണിക് ഷോപ്പാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ എന്തിനാ വന്നതെന്ന് വെച്ചാല് നമ്മളൊരു TV നോക്കാനാണ് വന്നേക്കണേ കേട്ടോ. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് TV ആണ് കേട്ടോ. അപ്പൊ അതെന്ത് ഫംഗ്ഷൻ ആണെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പൊ നമ്മൾ ഷോപ്പിൽ വന്ന് TV ഒക്കെ നോക്കാണ്. അപ്പോൾ എനിക്ക് ഇലക്ട്രോണിക്സിനെ കുറിച്ച് വലിയ അറിവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ചേട്ടനാണ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയും മറ്റും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഏത് TV വേണം എന്നുള്ള ഒരു ഇതിൽ നമ്മളെല്ലാം പറഞ്ഞു നോക്കുവാണ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണമെന്ന് പറയുന്നത് ഗൂഗിൾ TV ആണ് കേട്ടോ. അപ്പൊ അവരെ നമുക്ക് അതിന്റെ പിക്ചറും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനാണെങ്കിൽ വേറെ വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ അതെല്ലാം കൂടെ ഒന്നും കൂടെ നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഗൂഗിൾ TV ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പൊ ചേട്ടന് സൗണ്ട് കൊടുത്തിട്ട് TV വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോപ്പിൽ വരുന്നത്. ഇത് നെടുമ്പാശ്ശേരിയിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഓഫറൊക്കെ ഇവിടെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ വാങ്ങിക്കാനായിട്ട് വന്നതും കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ സർവീസും കാര്യങ്ങളും. അപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന TVന് ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു. ഒന്ന് നമുക്കൊരു സബ് ഉണ്ടായിരുന്നു, പിന്നെ സ്ക്രാച്ച് കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സ്ക്രാച്ച് കൂപ്പൺ നിവാമിനെ കൊണ്ടാണ് ഞങ്ങൾ എടുപ്പിച്ചതും കേട്ടോ. അപ്പൊ നിവാമി എടുത്തപ്പോഴേക്കും നോക്കി 200 റുപ്പീസാണ് നമുക്ക് ഈ ഒരു സ്ക്രാച്ച് കാർഡിൽ ഉണ്ടായിരുന്നിട്ട്. എന്തായാലും ഓണമായിട്ട് ലക്കായിരുന്നു, കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് 200 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഓണക്കോടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു സാരി ആയിരുന്നു കേട്ടോ. അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ട്. അപ്പൊ നമ്മളെല്ലാം കാര്യങ്ങളും ശരിയായതിനു ശേഷം നമ്മൾ വെയിറ്റിംഗിലാണ്. അപ്പൊ നിവാമിയാണ് ആ സോപ്പേക്കുന്നത് ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ TV ആണ് ഇരിക്കുന്നത്. അപ്പൊ പാക്ക് ചെയ്തിട്ടില്ല. അതിക്ക് മുമ്പ് തന്നെ അവർ നമുക്കൊന്ന് വെച്ച് കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലാണ് ചേട്ടൻ ആദ്യം വെച്ചതും കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ അടിച്ചപ്പോഴേക്കും സംഭവം വന്നിട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിവാമി അതിന്റെ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആളുടെ കയ്യിൽ മറ്റേ ഓണക്കോടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഓണക്കോടിയും കൊണ്ട് നടപ്പാണ്. അപ്പൊ ഞങ്ങൾ TVയിൽ കണ്ടപ്പോഴേക്കും ആള് പറയണം അമ്മ അപ്പയെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ആണ് അവർ വെച്ച് തന്നതും കേട്ടോ. അപ്പൊ ഫാനിന്റെ ഒരു വീഡിയോ ആണ് അവനവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ വാങ്ങിച്ചിരിക്കുന്ന TV നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു TV ആണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടോ. അതില് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഫംഗ്ഷൻ കറക്റ്റ് ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ഓരോരോ കാര്യങ്ങളും നമ്മൾ അടുപ്പിച്ച് വെക്കുവാണ് കേട്ടോ. കാരണം ആ സമയത്ത് എല്ലാത്തിനും കൂടെ ഓടാൻ നമുക്ക് പറ്റില്ല. കാരണം കുഞ്ഞുള്ളതുകൊണ്ടേ നമുക്ക് അങ്ങോട്ട് ഒരുപാട് കടകളിലൊന്നും കയറി ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റാക്കാണ്. പിന്നെ ഓഫറും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മൾ മുൻകൂട്ടി തന്നെ ഇതൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് കേട്ടോ. പിന്നെ ആ ഒരു സ്പീക്കർ കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ അവിടെ നിന്നിട്ടുണ്ടല്ലോ ഭൂമി കുലുക്കം പോലുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ TV അങ്ങനെ അവർ